വെൽക്കം ബാക്ക് ടു സ്പോർട്സ് പീറ്റ്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് പഞ്ചാബ് FC മത്സരം ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിന് വിജയിച്ചു. ഇന്നലെ കളി നടന്നതിന് ശേഷം ഇപ്പൊ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ വളരെയധികം പല ചർച്ചകളും നടക്കുന്നുണ്ട്. അതായത് ഈ കഴിഞ്ഞ കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചെങ്കിലും ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു കളി വെച്ച് എങ്ങനെ മുന്നോട്ട് പോകും, അതല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ നടന്ന കളിയിൽ ഗോളുകൾ ക്രിയേറ്റ് ചെയ്യാനും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഗോൾ അടിക്കാനും മറന്നോ, അതല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അത് കഴിയാതെ വരുന്നുണ്ടോ എന്നുള്ള പല സംശയങ്ങളൊക്കെ ഇപ്പോൾ ആരാധകർക്കിടയിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്താണെങ്കിലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്നലെ നടന്ന കളിയിൽ അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്കറിയാം, നമ്മുടെ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ അദ്ദേഹത്തിന് ഇപ്പോൾ പരിക്ക് പറ്റി, ഇനി അദ്ദേഹത്തിന് ഈ സീസൺ കളിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായി. എന്താണെങ്കിലും അദ്ദേഹം ഇല്ലാതെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ വിജയിച്ചത് എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ഓർക്കണം. കാരണം ഒരു സമ്മർദ്ദമുണ്ട്, ഇനി ടീമിന് ഇടയിൽ ഒരു സമ്മർദ്ദമുണ്ട്. അതായത് സൂപ്പർ താരം ലൂണ ഇല്ല എന്നുള്ളത്, അതുകൊണ്ട് തന്നെ അത് മറികടന്നുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. ഈ ഒരു വിജയം ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന കളികൾക്ക് അത് വലിയൊരു ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ടതാണ്. എന്നാൽ ഇനി കളിയിലോട്ട് വരുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നലെ നടന്ന കളിയിൽ മിഡ്ഫീൽഡാണ് ഏറ്റവും നന്നായിട്ട് കളിച്ചത്. അതിൽ എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് വിപിൻ മോഹൻ എന്ന് പറയുന്ന നമ്മുടെ മലയാളി താരത്തെയാണ്. ഇന്നലെ അദ്ദേഹം ഒരു മികച്ച പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചത്. അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം കൊണ്ട് തന്നെയാണ് കൂടുതൽ ബോൾ പൊസിഷനും അതുപോലെ തന്നെ കൂടുതൽ ചാൻസുകളും ഒക്കെ ക്രിയേറ്റ് ചെയ്തത്. ഏകദേശം ഇന്നലെ അദ്ദേഹം 6-7 ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല അതിമനോഹരമായ ഒരു ഫ്രീ കിക്ക് എടുത്തു. പക്ഷെ ആ ഫ്രീ കിക്ക് ബാറിൽ തട്ടി അത് ഡിഫ്ലക്റ്റ് ആയി, പക്ഷെ അത് ഗോളായില്ല. അങ്ങനെ ഒരുപാട് ചാൻസുകൾ അദ്ദേഹം ഇന്നലെ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ അസഹറും ഐമനും നമ്മുടെ മിഡ്ഫീൽഡിലെ മറ്റു താരങ്ങൾ അവർ മികച്ചതായി നല്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു. പക്ഷെ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആശങ്കയിലാണ്. കാരണം ലൂണ ഇല്ല എന്നുള്ള ഒരു മൈൻഡ് ആരാധകരുടെ മനസ്സിലോട്ട് അത് ഇങ്ങനെ പതിഞ്ഞുകൂടിയിട്ട്, എന്നാൽ ചില കാര്യങ്ങളിൽ ഇപ്പോഴും ആശങ്കയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇന്നലെ കളിച്ച കളിയിൽ നമുക്കറിയാം, പെപ്ര കഴിഞ്ഞ കളിയിൽ അദ്ദേഹം ഒരു ഗോൾ നേടി തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ അദ്ദേഹം വീണ്ടും ആ പഴയ ഒരു രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. കാരണം ഒരു സ്ട്രൈക്കർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കാലുകളിൽ നിന്ന് ഗോൾ നേടുക അല്ലെങ്കിൽ ഗോൾ അടിക്കുക എന്നുള്ളതാണ് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന് കാണാൻ കഴിയാത്തത്. കാരണം ഒരു ഗോൾ നേടുന്നതിൽ ഉപരി മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കുക എന്നുകൂടെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ കുറെ കളികളിൽ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ കളിയിൽ അദ്ദേഹം ഗോൾ അടിച്ചെങ്കിലും ഒരു തിരിച്ചുവരവ് നടത്തി എന്നൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വിചാരിച്ചിരുന്നത്. പക്ഷേ വീണ്ടും അദ്ദേഹം നിരാശപ്പെടുത്തുകയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പിന്നീട് പറയാനുള്ളത് നമ്മുടെ കെ.എൽ. രാഹുൽ നമുക്കറിയാം, കഴിഞ്ഞ സീസണിലേക്ക് അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരമാണ്. പക്ഷേ ഈ ഒരു കഴിഞ്ഞ കളിയിൽ പഞ്ചാബ് FC-യുമായിട്ടുള്ള കളിയിൽ ഒരു താരതമ്യേന ഒരു മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. ഒരു പക്ഷേ ഇനി വരുന്ന കളികളിലോട്ട് അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നമ്മുടെ പ്രീതം കോട്ടലിന്റെ കാര്യമാണ്. പ്രീതം കോട്ടൽ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ പൊസിഷൻ മാറി ഇപ്പോൾ റൈറ്റ് ബാക്ക് ആണ് അദ്ദേഹം കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു പൊസിഷൻ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഈ ഒരു പൊസിഷൻ മാറിയത് കൊണ്ടാണോ അതല്ലെങ്കിൽ എന്താണെന്നറിയില്ല, അദ്ദേഹത്തിന് ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നില്ല എന്നുള്ളതും ഒരു 1-2 കളികൾ മുതൽ കഴിഞ്ഞ കുറച്ച് കളികൾ തുടങ്ങി അദ്ദേഹത്തിന്റെ ആ ഒരു പ്രകടനം നമ്മൾ കണ്ടതാണ്. എന്താണെങ്കിലും ഈ ഒരു പോരായ്മകൾ എടുത്തു മാറ്റി കഴിഞ്ഞാൽ ഒരു മികച്ച പ്രകടനം തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ പുറത്തെടുത്തത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, കഴിഞ്ഞ 1-2 സീസണുകൾ, അതായത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് 2 തവണ ഫൈനലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സമയങ്ങളിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് സീസണിന്റെ തുടക്കത്തിൽ ടേബിൾ പോയിന്റ് താഴെയായിരുന്നു. പിന്നീട് മികച്ച പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ച് ടീം മുന്നേറി സെമിയിലും ഫൈനലിലൊക്കെ എത്തി എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടത്. എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ പലരും പറയുന്നുണ്ട്, അതായത് പഞ്ചാബ് FC-ക്കെതിരെ നമ്മൾ വിജയിച്ചത് പെനാൽറ്റിയിലൂടെയാണ്, അതല്ലെങ്കിൽ അവർക്കെതിരെ ഒരു 2-3 ഗോളുകൾ അടിച്ച് വിജയിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ശരിയായ കാര്യമല്ല. കാരണം ഒരു ടീമിനെ നമ്മൾ വിലയിരുത്തേണ്ടത് അവരുടെ ടേബിൾ പോയിന്റിന്റെ സ്ഥാനത്തോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ വെച്ചല്ല. എന്താണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു വിജയത്തോടു കൂടെ ഇനി വരാൻ പോകുന്ന മറ്റു കളിയിൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ അഡ്രിയാൻ ലൂഡയുടെ പ്രസൻസ് ഇല്ലാതെ മുന്നേറാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ടീമിന് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചില പോരായ്മകൾ ഉണ്ട്, അത് ഒരിക്കലും മറച്ചു വെക്കുന്നില്ല. എന്നിരുന്നാലും അതെല്ലാം ഇനി വരുന്ന കളികളിൽ നികത്തും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ
അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വീണ്ടും എത്തുന്നതാണ്. പക്ഷേ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ മുമ്പ് ചെയ്ത വീഡിയോകളിൽ ചില ആളുകൾ കണ്ടു വീഡിയോ, പക്ഷേ ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. കണ്ടവരാരും തന്നെ ചെയ്തിട്ടില്ല. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ വിലപ്പെട്ടതാണ്. സോ പ്ലീസ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ഗുഡ് ബൈ.